ഉരുൾപൊട്ടൽ ദുരന്തം വയനാടിന്റെ ടൂറിസം മേഖലയെ കൂടിയാണ് സ്തംഭിപ്പിച്ചിട്ടുള്ളത്. സുരക്ഷിത ഇടങ്ങളിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ ഇടപെടലും കൂട്ടായ ശ്രമങ്ങളും വേണമെന്ന് അഭിപ്രായമുയരുന്നു. ഓണത്തിന് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കാൻ സംരംഭകർ ശ്രമം തുടങ്ങി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വയനാടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ശക്തി പകർന്നിരുന്നത് മൺസൂൺ ടൂറിസമായിരുന്നു. DTPCയുടെ നേതൃത്വത്തിൽ വയനാട് ടൂറിസം ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകളുടെയും DTPCയുടെയും നേതൃത്വത്തിൽ മഴ മഹോത്സവങ്ങളും നടന്നു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ടൂറിസം പ്രോത്സാഹനത്തിന്റെ ഭാഗമായി മഡ് ഫെസ്റ്റും നടത്തി. ഇതിനിടയിലാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മഹാദുരന്തം ഉണ്ടായത്. ഇതോടെ വയനാട്ടിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് പെട്ടെന്ന് നിലച്ചു. ടൂറിസം മേഖലയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന സംരംഭകരായ റിസോർട്ട് ഉടമകൾ, അവിടുത്തെ ജീവനക്കാർ, ഹോം സ്റ്റേ നടത്തിപ്പുകാർ, ഹോട്ടൽ ലോഡ്ജ് മേഖലയിലുള്ളവർ, റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ, അവിടുത്തെ ജീവനക്കാർ, കരകൌശല വിദഗ്ധർ, വാഹന ഉടമകൾ, ടാക്സി ഡ്രൈവർമാർ തുടങ്ങി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലുള്ളവരെയും ഈ ദുരന്തം സാരമായി ബാധിച്ചു. നാളിതുവരെ ഉണ്ടായ പ്രതിസന്ധിയിൽ മേലെയാണ് ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ടൂറിസം സ്തംഭനാവസ്ഥ എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനെ ശരിക്കും എന്ന് പറഞ്ഞാൽ വയനാട് മൊത്തത്തിൽ ഒരു 3 വാർഡുകളിലായി നടന്ന ഒരു ദുരന്തം വയനാടിനെ മൊത്തത്തിൽ ബാധിച്ചു എന്ന നിലയ്ക്കുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അത് ടൂറിസത്തെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് പ്രാദേശികമായി ഉണ്ടായ ദുരന്തം വയനാടിനെ ഒന്നാകെയാണ് സ്തംഭിപ്പിച്ചിട്ടുള്ളത്. ടൂറിസം മേഖലയുടെ സ്തംഭനത്തിന് പരിഹാരമായി സുരക്ഷിത മേഖലകളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിനും വ്യാപാര വാണിജ്യ ടൂറിസം മേഖലയെ ഉണർത്തുന്നതിനും കാര്യക്ഷമമായ ഇടപെടലുകൾ ഭരണകൂട തലത്തിൽ നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം. വയനാട്ടിലേക്ക് ആളുകളെ എത്തിക്കണമെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഇടപെടലുകൾ നിർബന്ധമാണ്. ഒരുപാട് എക്സിബിഷനുകളിലൊക്കെ നമ്മുടെ ടൂറിസം അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ സ്റ്റാളുകൾ ആവശ്യപ്പെടുകയും വയനാട് ടൂറിസം നിലവിലുണ്ട്, ഇതുമായി ഉപജീവനമാർഗം കൊള്ളുന്ന ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് എന്ന നിലയ്ക്കുള്ള പ്രചരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞു. സമൂഹത്തിന്റെ കൂട്ടായ പ്രയത്നത്തിലൂടെ വയനാടിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലയെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാകേണ്ടത്. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.